പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്തിട്ടാണ് വളരെയധികം ആൾക്കാർ നമുക്കിടയിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ജീവിച്ചു പോകുന്നത്. ഈ ഉദ്യോഗസ്ഥരായി ജീവിക്കുന്നവർക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഷിദ്ധ നാണയം എന്ന് പറയാവുന്ന സംഗതിയാണ് കൈക്കൂലികൾ എന്നുള്ളത്. നമ്മുടെ ഈ ഉദ്യോഗം ഏൽപ്പിക്കപ്പെടുകയും ആ ഉദ്യോഗം നടപ്പിലാക്കുന്നതിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി പൊതുസേവന രംഗത്ത് നമുക്ക് മാസാടിസ്ഥാനത്തിൽ കൃത്യമായി ശമ്പളവും ഭത്തയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരു മനുഷ്യനോട് അയാൾ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചിട്ട് മാത്രം നിർവഹിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഒരു വില്ലേജ് ഓഫീസാകട്ടെ, ഒരു പഞ്ചായത്ത് ഓഫീസാകട്ടെ, ഏത് സ്ഥാപനത്തിൽ കടന്നു ചെന്നാലും ഇതൊരു മാമൂല് കൊടുക്കൽ സാർവത്രികമായി മാറിയിട്ടുണ്ട്. ജനങ്ങൾക്ക് തന്നെ അങ്ങ് തോന്നലായി ഇവിടുത്തെ ഫർള് കിഫായ ആണെന്ന്. ഒരു സാമൂഹിക ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ കൊടുത്താലേ കാര്യം നടക്കൂ. മാസാമാസം പാവപ്പെട്ടവന്റെ നികുതിപ്പണത്തിൽ നിന്ന് കൃത്യമായി എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം എണ്ണി വാങ്ങിച്ചിട്ട് പിന്നെയും അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൈക്കൂലി കൂടി നൽകണമെന്നുള്ള അവസ്ഥയുണ്ടല്ലോ, അത് വലിയൊരു യുബത്താണ്. എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജനങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി മേടിക്കുക, ഒരു ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി മേടിക്കുക. അങ്ങ് താഴെത്തട്ടിൽ പിയൂൺ മുതൽ തുടങ്ങിയിട്ട് അങ്ങ് പാർലമെന്റ് വരെ ഇരിക്കുന്ന അധികാരികൾക്ക് കാര്യം സാധിക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണമെന്നുള്ള ഗതികേട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ വാസ്തവമല്ലേ? അത് പങ്കുപറ്റുന്നതിൽ എല്ലാവരും ആക്കുന്ന സംഗതിയാണ്. ഇത് നാട്ടുനടപ്പാ. നമ്മൾ പഠിക്കാൻ വേണ്ടി എത്ര പണമാണ് മുടക്കുന്നത്, ഒരു ജോലി ഒപ്പിക്കാൻ വേണ്ടി എത്ര ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും കൈയും കാലും പിടിച്ച് കുറെ പണം മുടക്കി പഠിച്ച് യോഗ്യത ഉണ്ടാക്കി ഈ കസേരയിൽ വന്നിരിക്കുമ്പോൾ അതിൽ എന്റെ അവകാശമാണ് കൈക്കൂലി. അതുകൂടി വാങ്ങിച്ചാലേ ഞാൻ വിദഗ്ധനുള്ളതാവുള്ളൂ, ഞാൻ മുതക്കി മുതലിന് ലാഭം ഉണ്ടാകണ്ടേ. അതുകൊണ്ട് സാധാരണക്കാരന് കുത്തിപ്പഴിയുന്ന കൈക്കൂലി സമ്പ്രദായങ്ങൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ്, വിജിലൻസിന്റെ പ്രത്യേക വകുപ്പുണ്ട്, സ്ക്വാഡുണ്ട്. അവരും കൈക്കൂലി വാങ്ങിക്കുന്ന അവസ്ഥയുണ്ട്. ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ഞാനിവിടെ പൊതുവായ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി, നന്നായാൽ രാജ്യം നന്നായി. അതിലൊക്കെ നമ്മൾ ഈ പൊതുവായ സമൂഹത്തിന്റെ കണ്ണികളാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ഒരു ഓഫീസിനകത്ത് ഒരു മുസ്ലിം ഉണ്ടാകട്ടെ, ആ ഒരു മുസ്ലിം എല്ലാവരും കൈക്കൂലി മേടിച്ചാലും ഞാനിത് മേടിക്കില്ല, ഇതെനിക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞ് നിലപാടെടുക്കുമ്പോണ്ടല്ലോ, അതാണ് ഇസ്ലാമിനുണ്ടാകുന്ന യശസ്. അതാ ഇസ്ലാമിനോട് ആ സമൂഹത്തിനുണ്ടാകുന്ന മതിപ്പ്. ഒരാൾ ഞാൻ കൈക്കൂലി മേടിക്കില്ല, നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചാലും ഇതിൽ ഞാൻ പങ്കുപറ്റില്ല. എന്റെ ജോലിയുടെ ഭാഗമാണ്, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ജോലി കൃത്യമായി നിർവഹിച്ചിട്ട് എന്റെ സമ്പാദ്യം ഹലാലാക്കാനല്ലാതെ ഞാൻ ഹറാമായ നിലയിൽ ഒരു നാണയം പോലും എനിക്ക് വേണ്ട എന്ന നിലപാടൊരു മുസ്ലിം സ്വീകരിച്ചാൽ അത് ഇസ്ലാമിന്റെ യശസ്സല്ലേ?